+1 ഫിസിക്സ് അഞ്ചാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. ഈ ചാപ്റ്ററാണ് ഈ ക്ലാസ്സിൽ നാം ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത് ലോസ് ഓഫ് മോഷൻ തന്നെയാണ്. ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനവധി ക്വസ്റ്റ്യൻസ് സാധാരണയായി നാം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനും ഫ്രിക്ഷനും ആണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനുകളിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗലീലിയോസ് ലോ ഓഫ് ഇനേർഷ്യ. ഗലീലിയോയുടെ ലോ എന്താണെന്നുള്ള കാര്യമാണ്. ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് സീറോ, എ ബോഡി അറ്റ് റെസ്റ്റ് കണ്ടിന്യൂസ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ് ആൻഡ് ബോഡി ഇൻ മോഷൻ കണ്ടിന്യൂസ് ടു മൂവ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി. ഇതാണ് ഗലീലിയോയുടെ ഇനേർഷ്യ എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് വഴിതെളിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഇനേർഷ്യ ഓഫ് എ ബോഡി? എന്താണ് ഇനേർഷ്യ എന്ന് പറയുന്നത്? എല്ലാ വസ്തുക്കൾക്കും ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഇരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ തന്നെ തുടരാനുള്ള ആ പ്രോപ്പർട്ടി. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. അത് ചിലപ്പോൾ നേർരേഖയിൽ ചലിച്ചുകൊണ്ടിരിക്കാനായിരിക്കാം, ചിലപ്പോൾ റെസ്റ്റിലിരിക്കാനായിരിക്കാം. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ അത് തുടരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് സീറോ, എ ബോഡി അറ്റ് റെസ്റ്റ് കണ്ടിന്യൂസ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ് and a body in motion continues to move with a uniform velocity. This property of a body is called inertia. Inertia means resistance to change. Example: suppose a person is standing in a stationary bus and the driver starts the bus suddenly. He gets thrown backward with a jerk. This is due to his inertia of rest. Another example: if a person is standing in a moving bus and if the bus suddenly stops, he is thrown forward. This is due to his inertia of motion. Next question. State Newton's first law of motion or law of inertia. Every body continues to be in its state of rest or of uniform motion in a straight line unless compelled by some external unbalanced force to change that state. ന്യൂട്ടൺ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇത് മൂന്നും നമ്മൾ കൃത്യമായി തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ് ഡാഷ്. ഇനേർഷ്യയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ലോയുടെ പേര് ലോ ഓഫ് ഇനേർഷ്യ എന്ന് കൂടി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ലോ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കുവാനുണ്ട്. അപ്പോൾ ഇനേർഷ്യ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോയ്ക്കൊപ്പം പഠിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ലോയ്ക്കൊപ്പം നമ്മൾ പഠിക്കുന്നത് മൊമെൻറ്റം ആണ്. അപ്പോൾ മൊമെൻറ്റം എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൈൻ മൊമെൻറ്റം. മൊമെൻറ്റം of a body is defined to be the product of its mass m and velocity v and is denoted by small letter p. Equation is p is equal to m into v. Another question. State Newton's second law of motion. Write its mathematical expression. ഇതെപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുക, അതിൽ നിന്നും ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ആദ്യം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പഠിക്കാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് takes place in the direction in which the force acts.
That is, F is proportional to delta P divided by delta T. അതാണ് മൊമെന്റത്തിന്റെ സമയത്തിനനുസരിച്ചുള്ള ചേഞ്ച്. Or F is equal to delta P divided by delta T, or F is equal to dP divided by dt. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Why a seasoned cricketer draws his hands backwards during a catch? ഒരു ക്യാച്ച് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ക്രിക്കറ്റർ അദ്ദേഹത്തിന്റെ കൈ പുറകോട്ട് വലിക്കുന്നതായി കാണുന്നത്? By Newton's second law of motion, F is equal to delta P divided by delta T. When he draws his hands backwards, the time interval delta P to stop the ball increases. Then force decreases. It does not hurt his hands. നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചുള്ള ഇക്വേഷൻ നോക്കുമ്പോൾ F ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി സമയത്തിനനുസരിച്ചുള്ള മൊമെന്റത്തിന്റെ ചേഞ്ച് ആണ്. അപ്പോൾ എപ്പോഴാണ് ഫോഴ്സ് കുറയുക എന്ന് നമുക്ക് ഇക്വേഷനിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഡെൽറ്റ ടി എന്ന് പറയുന്ന ആ ടൈം, അതായത് ടൈം ഇന്റർവെൽ, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആണ് ഫോഴ്സ് കുറയുന്നത്. അപ്പോൾ നമ്മുടെ കൈകളിലേക്ക് ബോൾ എത്തുന്ന സമയം വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കൈകളിലേക്ക് ബോൾ എത്തുന്ന സമയം വർദ്ധിപ്പിക്കുവാൻ കൈ ഒന്ന് പുറകോട്ട് വലിച്ച് ആ സമയം നമ്മൾ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ സമയം വർദ്ധിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇക്വേഷനിൽ നോക്കുമ്പോൾ അറിയാം ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു, ഒപ്പം തന്നെ മൊമെന്റവും ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ അധിക വേദന ഉണ്ടാക്കുകയില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിറൈവ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. By Newton's second law of motion, we have F is equal to dP divided by dt. For a body of fixed mass m, P is equal to m into v. മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്ക് P യുടെ സ്ഥാനത്ത് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ F is equal to d by dt of m into v എന്നാകും. നമുക്കറിയാം മാസ് ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് അതിന് ടൈമിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് മുൻപിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇക്വേഷൻ F is equal to m into dv divided by dt എന്നായി. dv divided by dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ടൈമിനനുസരിച്ചുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. അങ്ങനെ F is equal to മാസ് ഇൻറ്റു ആക്സിലറേഷൻ, F equal to ma എന്ന ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഇത് പലപ്പോഴായിട്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോയ്ക്ക് ഒപ്പം തന്നെ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ന്യൂട്ടൺ. ഒരു ന്യൂട്ടൺ എത്രയാണ് എന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമുക്കറിയാവുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ സെക്കൻഡ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. F is equal to ma. ഇവിടെ മാസ് 1 കിലോഗ്രാമും ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡും ഉള്ളപ്പോൾ അനുഭവപ്പെടുന്ന ആ ഫോഴ്സിനെ, ആ എഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ, 1 ന്യൂട്ടൺ എന്നത്. നമുക്ക് ഇക്വേഷനിൽ ഇതൊന്ന് നമുക്ക് എഴുതാം. F is equal to 1 kilogram into 1 meter per second square. That is, F is equal to 1 Newton. 1 Newton is that force which causes an acceleration of 1 meter per second square to a mass of 1 kilogram. അടുത്ത ക്വസ്റ്റ്യൻ, show that Newton's second law is consistent with first law. Or starting from Newton's second law, arrive Newton's first law. നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് ഫസ്റ്റ് ലോ എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വി ഹാവ് ദ ഇക്വേഷൻ ഫോർ ഫോഴ്സ് F is equal to ma. If F equal to 0, ma equal to 0. Since m not equal to 0, a equal to 0. നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് F ഈക്വൽ ടു എം എ എന്നാണ്. അവിടെ ഫോഴ്സ് 0 ആകുമ്പോൾ ഇക്വേഷന് റൈറ്റ് സൈഡിലുള്ള m ഇൻറ്റു എ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം മാസ് ഒരിക്കലും 0 അല്ല, അതുകൊണ്ട് ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, 0 ആക്സിലറേഷൻ ഇംപ്ലൈസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് ലീനിയർ മോഷൻ, യൂണിഫോം ലീനിയർ മോഷൻ. ദാറ്റ് ഈസ്
When there is no external force, the body will remain in its state of rest or of uniform motion in a straight line. This is Newton's first law of motion. തേർഡ് ലോയുമായി ബന്ധപ്പെട്ട് അതിനൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിനെക്കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഇമ്പൾസ്. The impulse is the product of the force and time duration, which is the change in momentum of the body. Impulse equal to force into time duration. ചെറിയ സമയം കൊണ്ടുണ്ടാകുന്ന ആ ഒരു വലിയ ഫോഴ്സ്, that is I is equal to F into T. Unit is kilogram meter per second. Next question. Define impulsive force. A large force acting for a short time to produce a finite change in momentum is called an impulsive force. A cricket ball hitting a bat. എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ചുറ്റിക കൊണ്ട് നമ്മൾ ആണി അടിക്കുന്നത്, ഇതൊക്കെ ഇമ്പൾസീവ് ഫോഴ്സിന്റെ എക്സാമ്പിളുകൾ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പലപ്പോഴായി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. യൂസിങ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ അറൈവ് അറ്റ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിളിലേക്ക് സെക്കൻഡ് ലോയിൽ നിന്ന് എത്തിച്ചേരുക. അതായത് മൊമെന്റത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ് എന്ന് നമ്മൾ തെളിയിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദി ബോഡി. By Newton's second law of motion, F is equal to dp divided by dt. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് F into dt is equal to dp എന്ന് ലഭിക്കും. അപ്പോൾ എന്താണ് F into dt? അത് ഇമ്പൾസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ I is equal to dp എന്ന് എഴുതാം. That is impulse equal to change in momentum. അടുത്ത ക്വസ്റ്റ്യൻ. State Newton's third law of motion. For every action, there is an equal and opposite reaction. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായി അറിയാവുന്ന ഈ നിയമം അത് പഠിച്ചിരിക്കുക. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് പ്രത്യേകം പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം യൂസിങ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. നമുക്ക് ആദ്യം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് പരിശോധിക്കാം. ദ ടോട്ടൽ മൊമെന്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾ ഈസ് കൺസേർവ്ഡ്, ഓർ വെൻ ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ദെയർ ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും പ്രയോഗിക്കുന്നില്ല എങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന ക്വസ്റ്റ്യന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ട ആൻസർ. ഇനി ഇതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച്, by Newton's second law of motion, F is equal to dp divided by dt. മൊമെന്റത്തിന്റെ ടൈമിനനുസരിച്ചുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. എന്നാൽ when there is no external force, that is F is equal to 0, ആ സമത്തിന് ഇടത് ഭാഗത്തുള്ള ഫോഴ്സ് 0 ആയി സ്വാഭാവികമായും dp divided by dt is equal to 0 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മൊമെന്റത്തിന്റെ ടൈമിനനുസരിച്ചുള്ള ചേഞ്ച് 0 ആണ്, അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ ടൈമിനനുസരിച്ച് ചേഞ്ച് ഇല്ല. ചേഞ്ച് ഇല്ല എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അത് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് dp ഈസ് ഈക്വൽ ടു 0 ഓർ p ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രൂവ് ചെയ്യപ്പെട്ടു. നമുക്കത് ഇങ്ങനെ എഴുതാം. Thus, when there is no external force acting on a system of particles, then their total momentum remains constant. പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കൃത്യമായി തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത്. എക്സ്പ്ലെയിൻ റീകോയിൽ ഓഫ് ഗൺ യൂസിങ്
law of conservation of linear momentum. ഒരു ഗണ്ണിൻ്റെ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്ന ആ ടേം എക്സ്പ്ലെയിൻ ചെയ്യുക. By the law of conservation of momentum, as the system is isolated, the momentum remains constant. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഇപ്പോഴുള്ള മൊമെൻറ്റവും ഇതിന് മുൻപുണ്ടായിരുന്ന മൊമെൻറ്റവും അല്ലെങ്കിൽ ഇനീഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും ഇത് തുല്യമാണ്. അതുകൊണ്ടാണ് മൊമെൻറ്റത്തിന് ചേഞ്ച് ഇല്ലാത്തത്. അപ്പോൾ നമുക്കൊരു ഗണ്ണിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. അപ്പോൾ ഒരു ഫയറിംഗ് നടക്കുന്ന സമയത്താണെങ്കിൽ initial momentum of the gun plus bullet system that is equal to 0 എന്ന് എഴുതാം. Final momentum of the gun plus bullet system is equal to 0. നമുക്കത് ഇക്വേഷൻ അനുസരിച്ച് രണ്ട് ടേമുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് if PB and PG are the momentum of the bullet and gun after firing, നമുക്ക് ഇങ്ങനെ എഴുതാം, ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ PB plus PG is equal to 0. That is PB is equal to minus PG. The negative sign shows that the gun recoils to conserve momentum. എപ്പോഴാണോ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്ത് വെളിയിലേക്ക് പോകുന്നത് ആ സമയത്തുണ്ടാകുന്ന മൊമെൻറ്റം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ്ണ് ഒന്ന് ചലിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലേ. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? മൊമെൻറ്റം കൺസർവേഷന് വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ റീകോയിൽ വെലോസിറ്റി ആൻഡ് മസിൽ വെലോസിറ്റി. ഒരു ഫയറിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെലോസിറ്റി അല്ലേ, വെലോസിറ്റി ഓഫ് ഗൺ, അതുപോലെ തന്നെ മസിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ് ആഫ്റ്റർ ഫയറിംഗ് PB is equal to mv. Recoil momentum of gun after firing PG is equal to m into v. നമ്മൾ തൊട്ട് മുൻപിലത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് PB is equal to PG എന്ന് എഴുതാവുന്നതാണ്. നമുക്കതിൻ്റെ വാല്യൂസ് കൊടുത്താൽ MV is equal to minus m into v എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ റീകോയിൽ ഓഫ് ഗൺ, അതായത് ഗണ്ണിൻ്റെ റീകോയിൽ നമുക്ക് കണ്ടുപിടിക്കാം. V is equal to minus mv divided by m എന്ന് എഴുതാം. മസിൽ വെലോസിറ്റി സ്മോൾ v is equal to minus mv divided by m എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടേമുകളെല്ലാം വളരെ കൃത്യമായി തന്നെ സ്പെസിഫൈ ചെയ്യണം. ക്യാപിറ്റൽ M എന്ന് പറയുന്ന മാസ് ഓഫ് ഗൺ ആണ്. അതുപോലെ തന്നെ V എന്ന് പറയുന്നത് റിക്കോയിൽ ഓഫ് ബുള്ളറ്റ് ആണ്, റിക്കോയിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ആണ്. സ്മോൾ m എന്ന് പറയുന്നത് മാസ് ഓഫ് ബുള്ളറ്റും സ്മോൾ v എന്ന് പറയുന്നത് മസിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റും ആണ്. ഇതും പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായി തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ കൂടി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഫ്രിക്ഷൻ്റെ ലോസും മറ്റു കാര്യങ്ങളും, ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് ഈ ഫ്രിക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് നോക്കാം. കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മേ ദസ് ബി റിട്ടൺ ആസ് Fs static friction is less than or equal to μs into n, or Fs maximum is equal to μs into n, where μs is the coefficient of static friction. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. Kinetic friction Fk is equal to mu k into n, where mu k is the coefficient of kinetic friction. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Write the characteristics of static friction. The maximum value of static friction is Fs maximum. Static frictionന്റെ maximum value. The limiting value of static friction, അതായത് Fs maximum, is independent of area of contact. The limiting value of static friction Fs maximum varies with the normal force n, that is Fs maximum is proportional to n, or Fs maximum is equal to μs into n. ഇത് തന്നെയാണ് നാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലോ ആയിട്ട് കണ്ടത്. അതായത് characteristics of kinetic friction. Kinetic friction is independent of area of contact.
The kinetic friction is independent of the velocity of sliding. Kinetic friction Fk varies with the normal force n, or Fk is proportional to n. Fk is equal to mu k into n. അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യനും വളരെ കൃത്യമായി തന്നെ പഠിക്കേണ്ടതാണ്. ഫ്രിക്ഷൻ ഏതൊക്കെയാണ്, എത്ര തരമുണ്ട് എന്നീ ചോദ്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അതുകൂടി വളരെ കൃത്യമായി തന്നെ പഠിക്കേണ്ടതാണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രിക്ഷൻ എത്ര തരമുണ്ട്, നമുക്കറിയാം. കോണ്ടാക്റ്റിലിരിക്കുന്ന രണ്ട് സർഫസുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഫ്രിക്ഷൻ. അത് കൈനറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന രീതിയിലുണ്ട്. കൈനറ്റിക് ഫ്രിക്ഷൻ തന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും എന്ന രീതിയിലുണ്ട്. അപ്പോൾ അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഷോ ദാറ്റ് mu is equal to tan theta. The coefficient of static friction is equal to the tangent of angle of friction when a body just begins to slide on an inclined plane. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് mu is equal to tan theta ആണ് എന്ന് തെളിയിക്കുക. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് പലതരത്തിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്ക്രീനിൽ കാണുന്ന ചിത്രം അത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് അത് പൂരിപ്പിച്ച് മുഴുവനാക്കാൻ ഉള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ആക്സിസുകളൊക്കെ ബ്ലാങ്ക് ആയി തന്നിട്ട് അവിടെ നമ്മളോട് ഫോഴ്സിൻ്റെയും വെയ്റ്റിൻ്റെയും ഒക്കെ പേരുകൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെതായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്, ആ 3 ഫോഴ്സുകളുടെ പേരുകൾ എഴുതാനുള്ള രീതിയിലൊക്കെ പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ mu is equal to tan theta എന്ന ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് ഈ ഫിഗർ വരച്ചിരിക്കണം. നോർമൽ റിയാക്ഷനും വെയ്റ്റിൻ്റെ 2 കമ്പോണൻറ്റും Fx മാക്സിമം എന്ന ആ ഒരു പേരും ഇത് കൃത്യമായി തന്നെ ആക്സിസുകൾ വരച്ച് നാം കാണിച്ചിരിക്കണം. ഇനി നമുക്ക് നോക്കാം ഡെറിവേഷനിലേക്ക്. ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബ്ലോക്ക് ഓഫ് മാസ് m when it just begins to slide are. ആ ബ്ലോക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന ആ സമയത്ത് അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് തന്നെ കൃത്യമായി കാണാം. ഒന്നാമത്തേത് വെയിറ്റ് ആണ് mg, രണ്ടാമത്തേത് നോർമൽ ഫോഴ്സ്, അതിനെ n എന്ന് വിളിക്കാം. ദ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ വാല്യൂ, അതായത് Fs മാക്സിമം. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിനകത്ത് വെയിറ്റ് എം ജിയെ നമുക്ക് ഒന്ന് റിസോൾവ് ചെയ്ത് എക്സ് ആക്സിസും വൈ ആക്സിസും ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. നമുക്കതിൽ ആവശ്യമുള്ളത് അതിൻ്റെ എം ജി സൈൻ തീറ്റ എന്ന കമ്പോണൻ്റ് ആണ്. എം ജി കോസ് തീറ്റ എന്ന കമ്പോണൻറ്റും ഉണ്ട്. നമുക്കത് എങ്ങനെയാണ് ഇക്വേഷനെ ബാധിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ എം ജി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എക്സ് മാക്സിമം ഒരു ഇക്വേഷൻ കിട്ടും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് അത്. ബട്ട് എഫ് എക്സ് മാക്സിമം ഇസ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാം. എം ജി സൈൻ തീറ്റ ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ. ഇക്വേഷൻ നമ്പർ 1 ആണ്. മറ്റ് ഒരു ആക്സിസ് കൂടിയുണ്ട്. അത് എം ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്ന ഒരു ആക്സിസ് ആണ്. അപ്പോൾ നമുക്കതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇനി ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 എങ്ങനെ എഴുതാം? എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എം ജി കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ എസ് എൻ ഡിവൈഡഡ് ബൈ എൻ. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ മ്യൂ എസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് സ്ലൈഡ് ചെയ്യുന്ന ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡിറൈവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഈ 2 രീതിയിലുള്ള കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഫ്രിക്ഷനെ നമ്മൾ ഒരു നെസസറി ഈവിൾ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു നെസസറി ഈവിൾ ആണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ അത് ഫ്രിക്ഷൻ അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? In a machine with different moving parts, friction opposes the relative motion and thereby dissipates power in the form of heat, etc. Friction produces wear and tear. മൂവിങ് ആയിട്ടുള്ള പാർട്സ് ഉള്ള യന്ത്ര സാമഗ്രികളിലെല്ലാം
വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ എനർജി വേസ്റ്റ് ചെയ്ത് പോകാനും അതുപോലെ തന്നെ ചില പാർട്ടുകളിൽ ഹീറ്റായിട്ട് എനർജി വേസ്റ്റ് ചെയ്ത് പോകാനും കാരണം എന്ന് പറയുന്നത് ഫ്രിക്ഷനാണ്, മൂവിങ് പാർട്സിൻ്റെ ഫ്രിക്ഷൻ. അപ്പോൾ ഇതൊരു ഡിസ്അഡ്വാൻറ്റേജസ് തന്നെയാണ്, അതായത് എനർജി വേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ് ബൈ ബ്രേക്സ് ഇൻ മെഷീൻസ് ആൻഡ് ഓട്ടോമൊബൈൽസ്. We are able to walk because of static friction. The friction between the tires and the rod provides necessary external force to accelerate the car. ഇതൊക്കെ ഫ്രിക്ഷൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എക്സാമ്പിളുകൾ കണ്ടുപിടിക്കാൻ എഴുതുവാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ലൂബ്രിക്കൻസ് ആർ ദ വേ ഓഫ് റെഡ്യൂസിങ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻ എ മെഷീൻ. അനദർ വേ ടു ഈസ് ടു യൂസ് ബോൾ ബെയറിംഗ്സ് ബിറ്റ്വീൻ ടു മൂവിംഗ് പാർട്സ് ഓഫ് എ മെഷീൻ. എ തിൻ cushion of air maintained between solid surfaces in relative motion is another way or effective way of reducing friction. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. ഞാൻ പറഞ്ഞിരുന്നത് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു ലെവൽ റോഡിലൂടെ ഒരു കാറിന് സ്കിഡിങ് ഇല്ലാതെ വെളിയിലേക്ക് അല്ലെങ്കിൽ ടേണിങ്ങിൽ നിന്ന് വെളിയിലേക്ക് പോകാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ആ വെലോസിറ്റി അത് എത്രയാണ്? വി മാക്സിമം. അതുപോലെ തന്നെ ബാങ്ക്ഡ് റോഡ്, അതായത് ഒരു ഭാഗം ഉയർത്തിപ്പണിയുന്നു, റോഡിൻ്റെ ഒരു ഭാഗം ഉയർത്തിപ്പണിത് സെൻട്രിപെറ്റൽ ആക്സിലറേഷനും ഫോഴ്സും ഒക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പണിത് കഴിയുമ്പോൾ അതിൻ്റെ മാക്സിമം വെലോസിറ്റി, സ്കിഡിങ് ഇല്ലാതെ ഒരു കാറിന് ബാങ്കിങ് ഓഫ് റോഡ് ചെയ്തിട്ടുള്ള റോഡിലൂടെ ടേൺ ചെയ്യാനുള്ള വെലോസിറ്റി എത്രയാണ്? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇനി നമുക്ക് അവശേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലെവൽ റോഡിൻ്റെ കാര്യം തന്നെ നോക്കാം. എ കാർ മൂവിങ് ഓൺ എ കർവ്ഡ് റോഡ്, ലെവൽ റോഡ്. വാട്ട് ആർ ദ വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ കാർ? ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ ഡെറിവേഷനോടടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 3 ഫോഴ്സുകൾ തന്നെയാണ്. ദ വെയ്റ്റ് ഓഫ് ദ കാർ mg, നോർമൽ റിയാക്ഷൻ n, അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് Fs. ഇനി നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓൺ എ കർവ്ഡ് ലെവൽ റോഡ്. നമുക്കപ്പോൾ ആ കാറിൻ്റെ പിക്ചർ ഒന്ന് വരച്ച് അതിൽ mg, n, fs ഇവ അടയാളപ്പെടുത്താം. ഒപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ്. n is equal to mg. The static friction provides the centripetal acceleration. ഇവിടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. നോക്കൂ, അതിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ടുവാർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി പാത്ത് ആണ്, സർക്കുലർ പാത്ത് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, Fs ഈക്വൽ ടു mv² ഡിവൈഡഡ് ബൈ r. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ബട്ട് Fs ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു n. Therefore നമുക്ക് Fsൻ്റെ സ്ഥാനത്ത് ആ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. mv² ഡിവൈഡഡ് ബൈ r ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു m ഇൻറ്റു g. n എന്ന് പറയുന്നത് mg ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് v² കണ്ടുപിടിക്കാം. v² ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു ആർ ജി, ഓർ v മാക്സിമം ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂസ് ഇൻറ്റു ആർ ജി. അപ്പോൾ ഇതാണ് ഒരു സർക്കുലാർ കർവ്ഡ് ആയിട്ടുള്ള ഒരു ലെവൽ റോഡിലൂടെ ഒരു കാറിന് മാക്സിമം സേഫ് സ്പീഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കിത് എഴുതാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ banking of curved rods? Obtain the expression for maximum permissible speed of a vehicle on banked rod. Write the expression for optimum speed, that is without considering frictional force. ഈ ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. ആദ്യത്തേത് ബാങ്കിങ് ഓഫ് റോഡ് എന്താണെന്നാണ്. റൈസിംഗ് ദ ഔട്ടർ എഡ്ജ് ഓഫ് എ കർവ്ഡ് റോഡ് above the inner edge is called banking of curved rod. അതായത് ഒരു വളവിൻ്റെ ഔട്ടർ ഭാഗം അത് ഇന്നർ ഭാഗത്തേക്കാൾ കുറച്ച് ഉയർത്തിപ്പണിത് അവിടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇവയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ റോഡിനെ മാറ്റിയെടുക്കുന്ന ആ ഒരു രീതിയാണ് എന്ത് ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ്സ് എന്ന് പറയുന്നത്. ഇനി ബാങ്കിങ് ഓഫ് റോഡ് ചെയ്തിട്ടുള്ള ഒരു
റോഡിലൂടെ പോകുന്നൊരു വാഹനത്തിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സുകളുടെ ആ ഒരു വെക്റ്റർ ഫോമിലുള്ള ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോർമൽ റിയാക്ഷനും അതിൻ്റെ XY ആക്സിസും അതുപോലെ വെയിറ്റ് അതിൻ്റെ XY ആക്സിസ് അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെയെല്ലാം ഇവ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് നമുക്കിങ്ങനെ ഒന്ന് ഇക്വേഷൻ രൂപത്തിൽ എഴുതാം. ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. n cos theta is equal to mg plus fs sin theta or n cos theta minus fs sin theta equal to mg. ഇക്വേഷൻ നമ്പർ 1. ഇതുപോലെ തന്നെ അടുത്തൊരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. The centripetal force is provided by horizontal component of n and fs. നമുക്ക് ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റുകളായിട്ടുള്ളത് n sin തീറ്റയും f cos തീറ്റയുമാണ്. അപ്പോൾ അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv²/r ആണ്. അപ്പോൾ നമുക്കിത് ഈക്വൽസ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. n sin തീറ്റ പ്ലസ് fs cos തീറ്റ ഈക്വൽ ടു mv²/r. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ഒന്ന് ചെയ്ത് നോക്കിയാലോ. അതായത് n cos തീറ്റ മൈനസ് fs sin തീറ്റ ഡിവൈഡഡ് ബൈ n sin തീറ്റ പ്ലസ് fs cos തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു mg ഡിവൈഡഡ് ബൈ mv²/r. അത് നാം ചെയ്ത് കഴിയുമ്പോൾ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ n cos തീറ്റ ദാറ്റ് ഈസ് 1 മൈനസ് fs tan തീറ്റ ഡിവൈഡഡ് ബൈ n ദാറ്റ് ഈസ് divided by tan theta plus fs divided by n that is equal to rg divided by v square. But fs equal to mu s into n for maximum speed. 1 minus mu s tan theta divided by tan theta plus mu s equal to rg divided by v square or v square equal to rg into mu s plus tan theta divided by 1 minus mu s tan theta. ഇത് റീഅറേഞ്ച് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് വി മാക്സിമം കണ്ടുപിടിക്കാം. വി മാക്സിമം ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഇനി ഫ്രിക്ഷൻ ഇവിടെ ഇല്ല എങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും മാക്സിമം സ്പീഡിൻ്റെ അല്ലെങ്കിൽ ഒപ്റ്റിമം സ്പീഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? If the friction is absent, mu s, coefficient of friction എന്ന് പറയുന്ന mu s equal to 0 ആയിരിക്കും. Then the optimum speed V optimum is equal to square root of rg tan theta. mu 0 ആകുമ്പോഴുള്ള ഇക്വേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ്. ബാങ്കിങ് ഓഫ് റോഡ് ചെയ്ത റോഡിലെ മാക്സിമം സ്പീഡ്, ഒപ്റ്റിമം സ്പീഡ്, അതുപോലെ തന്നെ നമുക്ക് പ്ലെയിൻ ലെവൽ റോഡിലുള്ള ആ ഒരു കർവ്ഡ് റോഡിലുള്ള മാക്സിമം സ്പീഡ് എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഓവറോൾ നോക്കുക ആണെങ്കിൽ ന്യൂട്ടൻ്റെ 3 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട 2 ലോസ്, അതുപോലെ തന്നെ ബാങ്കിങ് ഓഫ് റോഡ് ചെയ്തിരിക്കുന്ന റോഡിൻ്റെ മാക്സിമം സ്പീഡ്, ഒപ്റ്റിമം സ്പീഡ്, അതുപോലെ തന്നെ സർക്കുലാർ ലെവൽ റോഡ് ഇതിലുണ്ടാകുന്ന മാക്സിമം സ്പീഡ്. ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾക്ക് കൃത്യമായി തന്നെ പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ തന്നെയാണിത്. വളരെ നല്ല രീതിയിൽ പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ എല്ലാവർക്കും ഈ ചാപ്റ്റർ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതുവാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിലെ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ലഭ്യമാകുവാൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.